ഇതൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് പീസുകളാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് ഇന്നൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇങ്ങനത്തെ കഷ്ണം തുണികളൊക്കെ വലിയ പീസുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം എൻ്റെ മോൾക്കൊരു പാൻറ്റും ടോപ്പും ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു പാൻറ്റ് ഒരു 3/4 പാൻറ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡിന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ക്രോച്ചിലോട്ട് ഒരു 9 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ച് കൊടുത്തിട്ട് ഒരു കർവ് ഷേപ്പ് വെച്ച് വരയ്ക്കണം. അതിനുശേഷം സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലെങ്ത്ത് നമുക്കൊരു ഈ ഒരു ഫാബ്രിക്കിൻ്റെ നീളം വെച്ചിട്ട് മോളുടെ അളവിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാവേ. ചെറിയ ഷോർട്ട്സ് ആകുമ്പോഴും ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. നമ്മൾ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണിത്. സൈഡ് കട്ടിംഗ് ഒന്നും ഇല്ലാതെ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിലോട്ട് വരുമ്പം ടോപ്പിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഞാനൊരു പീസ് പാൻറ്റിൻ്റെ ഒരു പീസ് കൊടുക്കുന്നുണ്ട്. നീളം അഡ്ജസ്റ്റ് ചെയ്യാനും ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് ഷോൾഡറിൽ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ആം ഹോളിലോട്ട് ഒരു 5.5 ഇഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്തും കൂടെ മാർക്ക് ചെയ്ത് താഴേക്ക് എടുക്കണം. ചെസ്റ്റ് റൗണ്ട് 6.25 പ്ലസ് 1 ഒരു 7.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടും ചെസ്റ്റ് റൗണ്ടും ഒക്കെ മുകളിൽ സൈസ് ചെയ്താണ്ട് ഒരു സെയിം ആയതുകൊണ്ട് താഴോട്ട് നമ്മൾ നേരെ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ടോപ്പാണ് ചെയ്യുന്നത്. നമ്മൾ മേളിലൊരു പീസ് വെച്ച് കൊടുത്തിട്ട് അത് പതിച്ചടിച്ചിട്ടുണ്ട്. ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ ടോപ്പ് കാണാനൊരു ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനുണ്ട്. ഒരു 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വിഡ്ത്തിന് വേണ്ടിയിട്ട്. താഴോട്ട് ഒരു 3 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു 2 ഇഞ്ച് നീളം കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് താഴോട്ടൊരു കട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്ക് കട്ട് ചെയ്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനേ. നമ്മൾ ലൈനിങ് കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ടോപ്പ് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു സിമ്പിൾ ക്രോപ്പ് ടോപ്പാണ്. നമുക്ക് ഈ ഒരു മോഡൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവേ. ഈ ബാക്ക് നെക്കിൽ നമുക്ക് ഒരു ഓപ്പണിങ്ങും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഴുത്ത് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഒരു നെക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും, കാണാനും ഭംഗിയാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഈസിയാണ്. ഒരു ബിഗിനറിന് എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ്. ആ ഒരു ഓപ്പണിങ്ങിൽ നമ്മൾ ഒരു പീസ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് നോച്ചസൊക്കെ കൊടുത്തിട്ട് മറിച്ചെടുക്കണം. മറിച്ചെടുത്തിട്ട് നമുക്ക് അതിനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പതിച്ചടിക്കണമേ. അതിന് ശേഷം വേണം നമുക്ക് കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിരിക്കുമേ. നെക്ക് കാണാനും ഭംഗിയായിരിക്കും. നമുക്ക് ഈ ഒരു ഓപ്പണിങ് ഇങ്ങനത്തെ ഒരു ഓപ്പണിങ്ങിൽ ടോപ്പുകളും ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുമേ. സിബോ അല്ലെ ബട്ടൻ്റെ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ കുറച്ച് നമുക്ക് പണി വരും. ഇതാകുമ്പോൾ എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. 2 ഷോൾഡറും തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ. ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ വരും നെക്ക്. നമുക്ക് ആ ഒരു നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യണം. ഷോൾഡറിൽ നമ്മൾ സ്ലീവ്സ് കൊടുക്കാത്തതുകൊണ്ട് നമുക്കവിടെ സ്ലീവ്സിൻ്റെ അവിടെയും ആ ഒരു ക്രോസ് പീസ് കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാനുണ്ട്. നമ്മൾ ക്രോസ് പീസ് വെച്ച് റൈറ്റ് സൈഡിൽ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ട് നോച്ചസൊക്കെ കൊടുത്തിട്ട് വേണം അകത്തോട്ട് മറിച്ചടിക്കാൻ. ഈ ഒരു ക്രോസ് പീസിന് നമ്മളൊരു പതിച്ചടിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പണിങ് സൈഡിൽ നമുക്കൊരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കണം. നമ്മൾ സൈഡിലൊരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബട്ടൺ വലിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഈ പതിച്ചടിക്കുന്നതിന് ആ ഒരു ഇടയിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു മാർക്ക് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വെച്ചടിക്കാവേ. ഇനിയിപ്പോൾ സൈഡ് സ്ലീവ്സിൻ്റെ സൈഡും കൂടെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാനുണ്ട്. ഈ ഒരു ക്രോസ് പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. അപ്പം നമുക്ക് അകത്തോട്ട് എടുക്കുമ്പോഴും നീറ്റായിട്ട് കിട്ടുമേ. നല്ല നീറ്റായിട്ടുള്ള ഫിനിഷിങ് കിട്ടും അവിടെ. അപ്പോൾ നമുക്കവിടെ ഇതും ഒന്ന് അടിച്ചിട്ട് അകത്തോട്ടെടുത്ത് പതിച്ചടിച്ചെടുക്കാനുണ്ട്. ഇതുപോലെ നോച്ചസ് കൊടുത്തിട്ട് വേണം അകത്തോട്ട് എടുക്കാനേ.
ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അടിച്ചിട്ടുള്ളത് കൊണ്ട് അകത്തോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല നീറ്റായിരിക്കും. നമുക്ക് അവിടെ നമുക്ക് എളുപ്പമെന്നായിരിക്കും അവിടുത്തെ പണി. നമ്മൾ സാധാരണ നേരെ വെച്ചിട്ട് ക്രോസ് പീസ് അകത്തോട്ട് മടക്കിയൊക്കെ വെച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് അകത്തോട്ട് നേരെ വെച്ച് തന്നെ അടിച്ചെടുക്കാൻ പറ്റുമേ. അത് കാണാനും നല്ല നീറ്റാണ് അകമൊക്കെ. ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സുകളിലും ലൈനിങ് പീസ് വെച്ച് അടിച്ചാലും നമ്മൾ ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും സ്റ്റിച്ചിങ്ങിൽ നല്ല ഫിനിഷിങ് വരുന്നത്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തന്നെ ഫിനിഷ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഒരുവിധം പരിപാടിയൊക്കെ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് താഴത്തെ വശം കൂടെ മടക്കി അടിക്കുമ്പം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആവുക. ഞാൻ ഇവിടെ തയ്യൽ തുമ്പ് അധികം ഉണ്ടായില്ല. ഒരു ഇഞ്ച് വെച്ചിട്ടേ കൊടുത്തിട്ടുള്ളത്. മുകളിലെ മെഷർമെൻറ്റിലായിരുന്നത് കൊണ്ട് തന്നെ എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പ്. ഇത് നമുക്ക് ജീൻസിൻ്റെയൊക്കെ കൂടെയോ അല്ലെങ്കിൽ ഷോർട്സിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു മോഡലാണ്. ഒരു ചുരിദാർ പീസ് കട്ടിങ് പീസൊക്കെ വെച്ചിട്ട് ചെയ്താന്ന് തോന്നില്ല ആ ഒരു ടോപ്പ് കണ്ടാൽ. ഇനി നമുക്ക് പാൻറ്റിൻ്റെ പരിപാടിയാണ്. ഈ ഒരു 3/4 പാൻറ്റിൻ്റെ ആ ഒരു ക്രോച്ച് സൈഡ് നമ്മൾ കട്ട് ചെയ്തത് തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആവുമേ. അതിന് രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് അകത്തോട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് താഴത്തെ വശം ജോയിൻ ചെയ്യാനുണ്ട്. അത് മടക്കി അടിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ച് പ്രശ്നമുണ്ട്. ഇനി അടുത്ത വീഡിയോയിലൊക്കെ റെഡിയാക്കാവേ. അവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിരിക്കുന്ന നമുക്ക് ഇലാസ്റ്റിക് കയറ്റിയിട്ട് അടിക്കാനാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നൈറ്റ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ മോഡലുകളൊക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് പുതിയ മോഡലുകളൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ് സ്റ്റൈലുകളും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം.